അവര് വീണിട്ട് ഞാൻ വീഴുള്ളൂ. ഇപ്പൊ ട്രക്കിങ്ങിന് കയറാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രക്കിംഗ് പോയപ്പോ ആളെന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇപ്പൊ വീഴാണെങ്കിൽ പേടിക്കണ്ട, ആദ്യം ഞാൻ മുഖം കുത്തി വീണിട്ടേ നീ വീഴുള്ളൂ, അതുകൊണ്ട് നീയെ പേടിക്കണ്ട, അത് ഞങ്ങൾ വീഴും, എന്നിട്ട് എന്റെ അവരെ കയ്യിൽ നിന്ന് ഞാൻ പോവുള്ളൂ. ഞാന് ഹാപ്പിയാ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നടക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കണ ഈ ടൈമില് എനിക്ക് ഇപ്പൊ ഇതുപോലെ വീൽ ചെയറിൽ ഇരിക്കുന്ന പിള്ളേരെ ഇടയിൽ ഒരു ഇൻസ്പയർ ആയിട്ട് ഒരു വ്യക്തി, അതായത് എന്റെ മുഖം മറക്കരുത് അവര്. ഇത് ഇങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തത് കുറെ കൊല്ലം കഴിഞ്ഞാലും അവർക്ക് അത് ചെയ്യാനുള്ള ഒരു എന്റെ മുഖം മനസ്സിൽ അവർക്ക് വരണം. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിൽ അതിനു വേണ്ടി ഞാൻ KSRTC കയറിയിട്ട് പോയത് ഒരു വീഡിയോ എടുത്താണ്. കാരണം വെറുതെ അതിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് ഗണേഷ് കുമാറിന് കുറെ ഇത് പോയിട്ടുണ്ട്. അപ്പൊ ആളുടെ ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് ചെറുപ്പം മുതലേ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ആടാ നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാവുന്നുള്ള കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാവും വലുതാവും തോറും. പക്ഷെ ചെറുപ്പം മുതലാ നീ പൊക്കട പിള്ളേരപ്പം നീ അവിടെ പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞാല് അവൻ വളരുന്നതിനനുസരിച്ച് അവന്റെ മൈൻഡും വളരും, വിൽ പവർ വരും, എന്തായാലും കോൺഫിഡൻസ് വരും. ആദ്യമായിട്ട് എനിക്കൊരു വാല്യൂ തന്ന് കൂടെ നിർത്തിയിട്ടുള്ള ഒരേ ഒരാൾ വേണം. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോകണം എൻ്റെ കൂടി, ആദ്യമായിട്ട് പുറത്തുനിന്ന് ഫ്രണ്ട്സിനായിട്ട് ഫുഡ് കഴിക്കണ അടക്കം എൻ്റെ കൂടെ, അടങ്ങി ഫുള്ള് എൻ്റെ ഒപ്പം തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ടൊരു ആരെങ്കിലും ഇത് ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ട് എന്റെ മനസ്സിൽ. ബാംഗ്ലൂർ ഡേയ്സിൽ എനിക്ക് ഒപ്പം നടക്കാൻ ഇഷ്ടം. തൽക്കാലത്തേക്ക് ഇപ്പൊ ആരും ഒപ്പം നടത്തുന്നില്ല, പിള്ളേരൊപ്പം നടത്തുന്നുണ്ട്. പിള്ളേരുടെ ചുറ്റും നടക്കാൻ. ചേട്ടാ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ മെസ്സേജ് ഡയറക്റ്റ് കോൾ ചെയ്തിട്ടൊക്കെയാണ്. തമിഴ് അറിയാണ്ട് ഭയങ്കര അവരെങ്ങനെയാ മലയാളം പോലെ അല്ല, അവർക്ക് ഇഷ്ടം തോന്നി പെട്ടെന്ന് ആ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എന്താണ് അഭിപ്രായം? ഹലോ ഞാൻ നീമ്പോള് വീട്ടിൽ നിന്ന് വിളിക്കാൻ നീമ്പോള് വൈഫാന്ന് പറഞ്ഞു തന്നെ ചേച്ചിയുടെ കിളി പോയി. അങ്ങനെ ജീവൻ ഞാൻ നീമ്പോളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരാൾ ലൈഫിൽ സ്ട്രോങ് ആവുന്നതും സമ്പന്നരാകുന്നതും അവർക്കുള്ള ഒരു സെറ്റ് ഓഫ് ആളുകൾ കാരണമാണെന്ന് എപ്പോഴും പറയും. അപ്പൊ ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തിയുടെ സ്ട്രോങ് പില്ലേഴ്സിനെയും അയാളെയുമാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. വേറെ ആരുമല്ല, ജീവനും ജീവന്റെ ജീവനായ അമ്മയുമാണുള്ളത്. പിന്നെ ഇനി പുറകെ നമ്മുടെ കൂടെ ഫ്രണ്ട്സും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഹലോ, വെൽക്കം. ഹായ്. എല്ലാവരും പറയുന്നതായിരിക്കും അല്ലെ, ജീവൻ എന്ന് പറയുന്ന ഈ പേര് വരുമ്പോ ജീവനും ജീവന്റെ ജീവനുമായ എന്ന് പറയുമ്പോ ജീവന്റെ പിള്ളേരെന്നും പറയാറുണ്ട്. ജീവനും ജീവന്റെ പിള്ളേരെന്ന് പറയാം. പക്ഷെ അമ്മയുടെ നിപ്പ് കണ്ടാ അറിയാം ജീവനും ജീവന്റെ ജീവനുമാണ് നിൽക്കുന്നത് എന്നുള്ളത്. ജീവനോട് ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഈ ഏറ്റവും ജീവൻ ഇപ്പം സെലിബ്രിറ്റി ഒരു മൂഡ് കയറിയിട്ടുണ്ട്, ഒരു ഇൻഫ്ലുവൻസർ മൂഡുണ്ട്, സെലിബ്രിറ്റി മൂഡുണ്ട്, എഡിറ്റർ ആണ്, ട്രക്കിംഗ് ഒരു അഡ്വഞ്ചറിസ്റ്റ് ആണ് എന്നൊക്കെ പറയും. ജീവന് ശരിക്കും ജീവനെ തന്നെ എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം? എനിക്ക് ഇപ്പൊ ഇതുപോലെ വീൽ ചെയറിൽ ഇരിക്കുന്ന പിള്ളേരെ ഇടയിൽ ഒരു ഇൻസ്പയർ ആയിട്ട് ഒരു വ്യക്തി, അതായത് എന്റെ മുഖം മറക്കരുത് അവര്. ഇത് ഇങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തത് കുറെ കൊല്ലം കഴിഞ്ഞാലും അവർക്ക് അത് ചെയ്യാനുള്ള ഒരു എന്റെ മുഖം മനസ്സിൽ അവർക്ക് വരണം. അതാണ് എനിക്ക് അറിയപ്പെടാനുള്ള ഒരു ഏറ്റവും കൂടുതൽ സന്തോഷം. ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ഇഷ്ടം പോലെ വീൽ ചെയറിൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് കൊണ്ടുപോകാനായിട്ട്, കാരണം ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും അവരെ. പിന്നെ നമുക്ക് എന്നെ കെയർ ചെയ്യണ പോലെ ഇവർക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ, എങ്ങനെയാണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്. പക്ഷെ നമ്മൾ പരമാവധി കൊണ്ടുപോകാൻ ട്രൈ ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസും തമിഴും എല്ലാവരും അതെ നമ്മുടെ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് പാൻ ഇന്ത്യ റീച്ച് എന്ന് പറയാം. കാരണം കന്നഡ, തമിഴ് ഇതിലൊക്കെ ബിഹൈൻഡ് ദ വുഡ്സിലൊക്കെ അവർ ഫുള്ള് വീഡിയോ എടുക്കും. മഞ്ഞുമ്മൽ ബോയ്സ് വന്ന സമയത്താണോ? നമ്മളോരോ മഞ്ഞുമ്മൽ ബോയ്സ് നമ്മളോരോ ട്രക്ക് ചെയ്യുമ്പോഴും ബിഹൈൻഡ് ദ വുഡ്സ് ഒക്കെ നമ്മുടെ വീഡിയോസ് അപ്പൊ ചോദിക്കും അവരുടെ പേജിൽ ഇടാൻ വേണ്ടിട്ട്. നമുക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും അറിയുമ്പോ നമ്മളെ കുറിച്ച്. എനിക്കൊന്ന് ജീവനേക്കാ ഒരു പൊടി കൂടുതൽ സന്തോഷമാണ് പുറകെ നിൽക്കുന്ന സന്തോഷം. ഞാൻ എന്നുള്ളത് ഇപ്പൊ സതി എന്നല്ല അറിയപ്പെടുന്നു, ജീവന്റെ അമ്മ. അതാണ് ഏറ്റവും വലിയൊരു കാര്യല്ലേ. ഇങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അവൻ ഇങ്ങനെ ഒരു ഇതിൽ വരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. 6-7 വയസ്സ് ഡോക്ടർ 1.5 വയസ്സിൽ പറഞ്ഞു. പക്ഷെ ഞാനത് ഇടയ്ക്ക് അപ്പൊ കളിച്ചിരുന്നു കേട്ടോ, ഓടി നടന്ന് കളിച്ചിരുന്നു. ഒരു 5, 8, 12 വയസ്സ് വരെ നല്ലോണം ഓടി. എല്ലാവരുടെ കൂടെ, ഇവന്റെ കൂടെ ഒരു ടീംസ് ഉണ്ട്, അവളെ ബാക്കിൽ സൈക്കിൾ കൊണ്ടുപോകും. അങ്ങനെ അവൻ ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വീഴും, മുട്ടുപൊട്ടും. അപ്പൊ ഇങ്ങനെ കാണുമ്പോ എന്റെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ ഇത് 12 വയസ്സാകുമ്പോ അങ്ങനെ ആവും എന്നുള്ള എന്റെ മനസ്സിലുണ്ട്. ആന്റിക്ക് നേരത്തെ അറിയാം. ഡോക്ടർ പറഞ്ഞു മസ്കുലർ ഡിസ്ട്രോഫിയാണ്, ഇതിനിങ്ങനെ ഒരു 12 വയസ്സാകുമ്പോ എന്തായാലും മസില് ബാക്കിലെ ബസിലൊക്കെ പ്രശ്നം വരും. അപ്പൊ ഇവന് ഓട്ടോമാറ്റിക് നടക്കാൻ പറ്റാണ്ടാവും. ഇപ്പൊ നടക്കുമ്പോ ആ മസിലിന്റെ അത് കുറയണം, കാരണം വീഴും അതൊക്കെ. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, ഇത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ എന്തിനും തരണം ചെയ്യണമല്ലോ നമ്മള്. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി.
ആന്റിക്ക് എന്നെ ഓർമ്മയുണ്ടോ ജീവൻ ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ആന്റി ഫസ്റ്റ് എടുത്ത ഒരു കോൺഷ്യസ് ഡിസിഷൻ ഞാൻ സ്ട്രോങ് ആയിരിക്കും തോന്നാൻ ആന്റിയെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെ അങ്ങനെ അങ്ങനെ ആരായിരുന്നു? സപ്പോർട്ട് എന്ന് വെച്ചാ എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞത് ഞാൻ തന്നെയായിരുന്നു, അല്ലാണ്ട് വേറെ രണ്ട് അച്ഛൻ. കുഞ്ഞു മക്കള്. പിന്നെ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയായിരുന്നു അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഇവർക്ക് 4 months ഞാൻ ഇരിക്കുമ്പോഴാണ് ആ സമയത്ത് ആള് മരിച്ചു, അറ്റാക്ക് വന്നിട്ട് ഗൾഫിലേക്ക്. പിന്നെ മോള് മൂത്താള് 3rd standard പഠിക്കുന്നു. പിന്നെ എന്റെ കൂടെയുള്ള ചെറിയൊരു കുട്ടിയല്ലേ. അപ്പൊ പിന്നെ അങ്ങോട്ട് സ്ട്രോങ് എന്ന് പറയുന്നത് എങ്ങനെയാ വന്നു. ചിലപ്പോ ഞാൻ വിചാരിക്കും ഈശ്വരനും ആളും കൂടെ ഉണ്ടായിട്ടില്ല എനിക്ക് ആ സ്ട്രോങ് മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു ധൈര്യം, നമ്മൾ എന്തിനും നേരിടണം തരണം ചെയ്യുന്നുള്ള ഒരു അതങ്ങോട്ട് എടുത്തു. അങ്ങനെ ഞാൻ ഇവനെ വന്നു 12 വയസ്സിൽ ഇവൻ നടക്കാൻ പറ്റാണ്ടാവും എന്നുള്ളത് അത് മനസ്സിലിങ്ങനെ ഉണ്ട്. കറക്റ്റ് സമയം തന്നെ നല്ല വീക്കായി. അപ്പൊ ഒന്നും വീൽ ചെയർ ഒന്നും ഞാൻ ഉപയോഗിക്കാറുമില്ല, എടുത്തില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ എപ്പോഴും പറയുന്നതാണ് ഈ പേരന്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ പറയും മക്കളെ ഓരോ കാര്യവും പറഞ്ഞു കൊടുത്ത് അറിയിച്ച്. അപ്പൊ ജീവനോട് നേരത്തെ ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് പറയാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുറെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓരോ പേരന്റിനോട് പറയണത് ഇതൊരു വയ്യാത്തൊരു കുട്ടി എന്നുള്ള മാറ്റി നിർത്തരുത്. അതായത് അവര് മറ്റുള്ള നോർമൽ കുട്ടികളെ പോലെ ഏതൊരു വയ്യാത്ത കുട്ടിയും അവർക്ക് അവരുടെ അടുത്തുള്ള കുറെ കഴിവുകളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയിട്ട് എന്തിലേക്കാണെങ്കിൽ ഇറക്കാൻ കുറച്ച് ഹെൽപ്പുള്ള നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സുകൾ ഉണ്ടായാൽ മതി. വേറെ ഒന്നും വേണ്ട, അവരെത്തും, എല്ലായിടത്തും എത്തും. അത് 100% ഭയങ്കര ലക്കിയാണ്. അപ്പൊ ആന്റിക്ക് വലിയൊരു കയ്യടി ഉണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പൊ നമുക്കൊരു ചെറിയ പനിയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മമാര് നമ്മളതിനെ പൊത്തിപ്പിടിക്കാൻ നോക്കും, ഇങ്ങനെ ഓവർ പ്രൊട്ടക്ട് ചെയ്ത് എന്തൊരു കാര്യം ആയിക്കോട്ടെ ഇല്ലേ നമ്മൾ അങ്ങനെ ചെയ്യാൻ നോക്കും. പക്ഷെ ആന്റി ഞാൻ ഇവൻ അസുഖം വന്ന് ഇവൻ ചിലപ്പോ എനിക്കിങ്ങനെ ഉണ്ട്, ഇല്ലട പോട്ടറ, ഞാൻ അങ്ങനെ പറയുള്ളവരുടെ അടുത്ത് ഇവനെ ഞാൻ ഒരിക്കലും തളർത്താൻ നോക്കിയിട്ടില്ല. ഇങ്ങനൊരു ഇതില് ഇല്ല, അങ്ങനെ ഇല്ലട നിനക്കൊന്നുമില്ല, അവൻ അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊരാളുടെ അടുത്ത് ഇങ്ങനെ വയ്യാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തളരും. പക്ഷെ അങ്ങനെ പറയരുത്. ആ കുട്ടി നോർമൽ. സിസ്റ്റേഴ്സ് സ്കൂളിലെ ടീച്ചർമാരോടൊക്കെ ഞാൻ പറയും, അവനെ പറയുന്നിടത്ത് ഉപദേശിക്കുക, അടിക്കുന്നിടത്ത് അടിച്ച് പറയേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ +2 ഒപ്പിച്ചെടുത്ത് ഇവരൊക്കെ ഒപ്പിച്ചെടുത്തു. ടീച്ചർമാരെ നല്ലത് കേൾക്കും ചെയ്യും. അതങ്ങനെ ഇവൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എങ്ങനെ ഞാൻ വയ്യാത്തരോ എന്നുള്ളത് ഇവൻ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ജീവൻ അമ്മ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ജീവൻ പ്രിപ്പയർഡ് ആയിരുന്നോ? എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ അങ്ങനെ പറയാറില്ല ഇത്ര വയസ്സാകുമ്പോ നിനക്ക് നടക്കാൻ പറ്റുന്ന ഒരാൾ എന്റെ അടുത്ത് പറയാറില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോ ഞാൻ എന്താവും എന്റെ കോൺഫിഡൻസ് കുറയുന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ എനിക്കറിയാം, കാരണം ഈ അസുഖമുള്ള പിള്ളേരെ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ നടക്കാൻ പറ്റുന്നത് നമുക്ക് ചുറ്റുമുള്ള പിള്ളേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിക്കേ എനിക്ക് നടക്കാൻ പറ്റാണ്ടാവില്ല എന്നുള്ള ഒരു മൈൻഡാണ് അപ്പോഴും എനിക്ക്. പക്ഷേ കോൺഫിഡൻസ് ഉണ്ട് എപ്പോഴും. നടക്കാൻ പറ്റാണ്ടായാലും വീൽ ചെയറിലായാലും മൈൻഡ് എപ്പോഴും വീക്ക് ആവണില്ലല്ലോ. നമ്മള് ശരീരം വീക്ക് ആണല്ലോ, മൈൻഡ് എപ്പോഴും സ്ട്രോങ് ആ. അപ്പോ ഒരു 12 വയസ്സായപ്പോ പതുക്കെ നടക്കാൻ പറ്റാണ്ടായി. ഇങ്ങനെ നടക്കുമ്പോ വീഴും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ. അപ്പൊ പിന്നെ എനിക്ക് നടക്കാനുള്ള ഒരു പേടി വന്നു തുടങ്ങി, ഇങ്ങനെ വീഴണോണ്ട് എപ്പോഴും. പിന്നെ വീൽ ചെയറിലായി. പക്ഷെ എനിക്കിപ്പോ നാളെ എന്റെ ചേച്ചി ജെമിനിയിൽ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി, ഞാൻ നിക്കണത് ഒരു ഈഫൽ ടവറിന്റെ മുന്നിൽ. പക്ഷെ എനിക്ക് ആ പിക്ക് കണ്ടപ്പോ എനിക്കൊരു തോന്നിയില്ല, എനിക്ക് അതല്ല ഇഷ്ടം. എനിക്ക് ഈ വീൽ ചെയറിലിരിക്കുന്ന പിക്കാണ് എന്റെ ഇഷ്ടം. അതാണ് ഞാൻ. അതെനിക്ക് കണ്ടിട്ട് എനിക്ക് സ്റ്റോറി ഇടാൻ തോന്നിയില്ല. കാരണം അത് ഞാനല്ല, ഇതാണ് ഞാൻ, ജീവൻ. അങ്ങനെ അവൻ അറിയാൻ ഒരു മരുന്നില്ല, കണ്ടുപിടിച്ചിട്ടില്ല, അതില്ല. എനിക്ക് പക്ഷെ അത് അവന്റെ വലിയൊരു നല്ലൊരു ഫാക്ടറാണ്. അതാണ് ഞാൻ പേരൻസിനോട് ഞാൻ പറയുന്നത്. കുറെ പേര് പോയിട്ട് ആത്മഹത്യ പറഞ്ഞിട്ട് അസുഖം എന്തിനാണ് അത് ചെയ്തിട്ട് എന്ത് കാര്യം? അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റാവുന്നിടത്തോളം ഹാപ്പിനെസ്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം എന്താ പറയുന്നത് അത് അവിടെ കിടക്കട്ടെ. പക്ഷെ അതാ ഞാൻ പറഞ്ഞ ആന്റിക്ക് വലിയൊരു അപ്ലോസ് ഉണ്ടെന്ന് പറയാൻ കാരണം ആന്റി ഒരു വലിയൊരു ഘടകമാണ്. അവൻ പറയാ എന്താ വെച്ചാൽ നമ്മളുടെ ധൈര്യമാണ് അവന്റെ ആത്മധൈര്യം. അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഉന്മേഷം. അത് ഉറപ്പാണ്. അത് ബാക്കിൽ സപ്പോർട്ട് വേണം. അമ്മ നിനക്ക് ഇതുവരെ തന്നതി വെച്ചിട്ട് ഒരു ഏറ്റവും വലിയ കോൺഫിഡൻസ് ആയിട്ട് മീൻസ് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ട്രക്കിങ്ങിന് പോകണമെങ്കിലും എല്ലാത്തിനും പോകണമെങ്കിലും മുടക്ക് പറയുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും പറ്റില്ല. അപ്പൊ നിനക്ക് എന്താ തോന്നിയിരിക്കുന്ന എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഫാക്ടർ എന്തായിട്ടാണ്? കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ബാക്കിയുള്ളടത്ത് ഇപ്പൊ പിള്ളേര് വീൽ ചെറിയ പിള്ളേർക്ക് പെങ്കടയിൽ പോകണില്ലെങ്കിൽ അവർക്ക് ഒരു വിഷമം ഉണ്ടാവും വീട്ടുകാർക്ക് ഇവനെങ്ങനെ പറഞ്ഞേക്കാന്ന്. പക്ഷെ ഇവിടെ വല്ല ഉത്സവം വല്ല ഫെസ്റ്റിവൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാല് ഞാൻ പോണില്ല അമ്മ ഈ പ്രാവശ്യം. ഇപ്പൊ ഞാൻ തൃശ്ശൂർ പൂരത്തിന് ഈ പ്രാവശ്യം പോണില്ല എന്ന് പറഞ്ഞാലും അമ്മ പറയും അതെന്താ പോവാത്ത, അമ്മയ്ക്ക് അതൊരു വിഷമ പോയില്ലെങ്കിൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പോണില്ല എന്നുള്ളതെങ്കിലും അമ്മ എങ്ങനെയില്ല അത് ഉന്തി തള്ളി പറഞ്ഞേക്ക് തന്നെ. ആദ്യം പോണ്ടെന്നൊക്കെ പറയും. പക്ഷെ പോവാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാല് ഫ്രണ്ട്സിനെ വിളിക്കും, അവർ വിളിക്കും, അമ്മ പൂക്കോളം പറയും, അങ്ങനെ പോവും. പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവും, അത് വേറെ കാര്യം. ഇപ്പൊ തന്നെ കൊച്ചിൻ കാർണിവലിന്
ആദ്യം കൂടി ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാത്തത് മാത്രമേ ഞാനിപ്പോ. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ പരിപാടി കേരളത്തിൽ അറ്റൻഡ് ചെയ്ത്. അപ്പൊ ഈ ഡിസംബർ 31-ാം തീയതി കൊച്ചിൻ കാർണിവലിന് പോണെന്ന് പറയുമ്പോ തന്നെ എല്ലാവരും പറയുന്നുണ്ട് തിരക്കായിരിക്കും. അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ അത്ര ആൾക്കാർ വരുന്നില്ലെങ്കിലും കൺജസ്റ്റഡ് ആയിരിക്കും അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ വിചാരിച്ച എന്തായാലും ഞാൻ പോവും. കാരണം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ട് ഉണ്ടെങ്കിൽ അത് എത്തി കാണിച്ചു കൊടുത്ത് ആ തോട്ട് ഞാൻ മാറ്റും. ഇതേപോലെ എനിക്ക് ആന്റിയോട് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ മോനെ ആന്റി പുഷ് ചെയ്ത് വിടുന്നുണ്ട് പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതിന് മുടക്ക് പറയാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒക്കെ പിന്നെയും ഉണ്ടാവില്ല. ഞാൻ ആരോടും ചോദിക്കില്ല, അധികം മക്കളോട്. ആ മക്കൾ അമ്മയ്ക്ക് ധൈര്യം ഉണ്ടാവില്ല വിട്ടോ. ഹരിഹർഫോർട്ട് മാത്രം ഞാനും ചേച്ചിയും ഒക്കെ കൂടെ കൊറേ പറഞ്ഞു. അത് വെച്ചാൽ ഞങ്ങൾ നോക്കി ഇവര് പോണ സാധനങ്ങൾ ഞാനും സെർച്ച് ചെയ്യും എങ്ങനെയൊക്കെ. അപ്പൊ അത് വേണ്ട. പക്ഷെ അപ്പൊ പറഞ്ഞതിന്റെ അടുത്ത് ഞങ്ങൾ പോയിട്ട് വെറുതെ നോക്കിയിട്ടൊന്നും വരുള്ള അമ്മ, അല്ലെങ്കിൽ ചിലപ്പോ അങ്ങോട്ടൊന്നും എത്തൂല, ഞങ്ങൾ വേറെ വഴി. പക്ഷെ എനിക്കറിയാം ഇവര് പോവാതിരിക്കില്ല. അതെ, കാരണം അത് ആ വീഡിയോ കാണുമ്പോ തന്നെ എല്ലാവർക്കും പേടിയാവുമല്ലോ. ആരോട് അങ്ങനെ ഞാൻ അഭിപ്രായം ചോദിക്കാറില്ല. എന്തിന് ആരോട് ചോദിക്കണം? ഞങ്ങൾ കൊണ്ടുപോണ മക്കളാണ്, ആ മക്കളെ വീട്ടുകാരോട്ട്. അതും എനിക്ക് അവരോട് കടപ്പാടുണ്ട്. ഈ മക്കളൊക്കെ പറഞ്ഞയക്കുന്നില്ലേ, അവര് വീട്ടുകാരോട് ഞാൻ അത്ര കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവർക്കുണ്ട് ആ ഒരു പേരൻസ്. അപ്പൊ അതേപോലെ ഇവര് ഫ്രണ്ട്സിനെ ആന്റിക്ക് അത്ര വിശ്വാസമായത് കൊണ്ടാണല്ലോ. അവര് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് വീണിട്ട് ഞാൻ വീഴുള്ളൂ. ഇപ്പൊ ട്രക്കിങ്ങിന് കയറാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രക്കിംഗ് പോയപ്പോ ആളെന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇപ്പൊ വീഴാണെങ്കിൽ പേടിക്കണ്ട, അത് ഞാൻ മുഖം കുത്തി വീണിട്ടേ നീ വീഴുള്ളൂ, അതുകൊണ്ട് നീയെ പേടിക്കണ്ട, അത് ഞങ്ങൾ വീഴും, എന്നിട്ട് അവരെ കയ്യിൽ നിന്ന് ഞാൻ പോവുള്ളൂ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അവർ തരും. കാരണം ഇപ്പൊ അടുത്ത് പോയ ഒരു ലേറ്റസ്റ്റ് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലിക്കൽകലിന്റെ ബാക്ക് സൈഡാ. അത് നമ്മള് വീഡിയോയിൽ കണ്ടപ്പോ പോവാന്നിങ്ങനെ പെട്ടെന്ന് എടുത്ത പ്ലാൻ. അതായത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പൊ പെട്ടെന്ന് പ്ലാൻ മാറ്റി ഇല്ലിക്കലിന്റെ ബാക്ക് സൈഡ് പോകാന്നുള്ള ഒരു ഇതില് ട്രക്ക് ചെയ്യാന്ന് വെച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോ നമ്മള് ചിന്തിക്കണേലപ്പുറം ടാസ്ക് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഹരിയർ ഇത്ര ബുദ്ധിമുട്ടില്ല കയറാൻ വേണ്ടിട്ട്. കാരണം ഡീപ്പ് പാറകളായിരുന്നു. വെച്ച് കഴിഞ്ഞാല് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തട്ടുപൊട്ടി, അത്രേ ഉള്ളൂ. അത്തത് ഒരു 3 മണിക്കൂർ ട്രക്ക് ചെയ്ത് കയറി അത് ഈ പാറ അതിലും അപ്പുറം തിരിച്ചിറങ്ങാനായിട്ട്. അപ്പോ നമ്മള് ആൾക്കാരൊക്കെ കാണുന്നവര് അവരെ ബോധം പോവാ. അത് ഇതെങ്ങനെ അവർക്ക് തന്നെ കയറാൻ പറ്റാണ്ട് തിരിച്ചിറങ്ങുന്നുണ്ട് കുറെ പേര് അടിക്ക്. ടൈമിൽ എന്നെ എടുത്തിട്ട് ഒരു 50 കിലോ ബാക്കിലിട്ട് കയറുമ്പോ എങ്ങനെയുണ്ടാവും? മക്കളെ സമ്മതിക്കണം. ആന്റിക്ക് അവരോട് എപ്പോഴും എന്താ പറയാനുള്ളത് ഫ്രണ്ട്സിനോട്? മക്കളോടാ, അവരും എന്റെ മക്കളല്ലേ, ഇവനെ പോലെ വേറെ മക്കള്, വേറെ എന്ത് പറയാള്. ഇവന് കൊടുക്കണ സ്നേഹം അതൊക്കെ അവർക്കും ഉണ്ടാവും എന്റെ കയ്യിൽ നിന്ന്, എന്റെ മരണം വരെ ഉണ്ടാവും. അതേപോലെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീഡിയോ എന്തോ കണ്ടപ്പോഴാണ് അമ്മയാണ് സിനിമയ്ക്കൊക്കെ പോവാൻ പുഷ് ചെയ്ത് വിട്ടോണ്ട്. അത് ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര നിംബോളുടെ ഹാർഡ് ഫാനാ, ഭയങ്കര ഫാനാ. അപ്പൊ ഫസ്റ്റ് പടം അന്നെങ്കിൽ നടക്കാൻ പറ്റും, നടക്കും. ഞാൻ സൈക്കിളിൽ പോകും പിള്ളേരെ പിന്നിലിരുന്നിട്ട്. അപ്പൊ തട്ടത്തി മറിയത്ത് കാണാൻ വേണ്ടി ഫസ്റ്റ് പോയത് ഞാൻ. അപ്പൊ അത് അന്ന് നമ്മളിതുപോലെ സൈക്കിളിന്റെ പിന്നിലിരുന്നിട്ട് ഇവിടെ അടുത്ത് ചെറിയ നിയറസ്റ്റ് തിയേറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നാണ് ഫസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ പടത്തിന് പോയി തുടങ്ങിയത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പടം ഫസ്റ്റ് ഡേ സിനിമയോടൊക്കെ ഭയങ്കര ഒരു ഇതാണ് എല്ലാ സിനിമയ്ക്കും. ഫിലിം പഠിച്ച് ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ പഠിച്ച് എഡിറ്റിംഗ് പഠിച്ച് പിന്നെ കോളേജുകാരോട് ഒരു കടപ്പാടുണ്ട്. എന്താ വെച്ചാൽ ഇവൻ പഠിച്ച ട്രാവൽ ടൂറിസം ആണ് ഇവിടെ പ്ലസ് 2 പഠിച്ചത്. അപ്പൊ അതിന് തന്നെ കൊടുത്തു നമ്മള് അടുത്തുള്ള കോളേജ് MES അസ്മാബിയിലാണ് കൊടുത്തത്. അപ്പൊ അവിടെ ചെന്നപ്പോ ട്രാവൽ ടൂറിസത്തിന് സീറ്റ് കിട്ടി ചെന്ന്. അല്ല അതൊരു ഞാൻ പറഞ്ഞുതരാം അതിന്റെ പിന്നില്. അന്ന് ഞാൻ ട്രാവൽ ടൂറിസം ഞാൻ +1 +2 ട്രാവൽ ടൂറിസം പഠിച്ചത്. അപ്പൊ ഞാൻ ഇതിന്റെ ഡിഗ്രി എടുക്കാൻ വേണ്ടിട്ട് കോളേജിൽ പോയി. അപ്പൊ അന്ന് കോളേജിൽ പോയപ്പോ അവിടുത്തെ സാറ് പറഞ്ഞത് ട്രിപ്പൊക്കെ പോകേണ്ടി വരും, അതുകൊണ്ട് പിന്നെ കോഴ്സ് ചേരാൻ പറ്റില്ലാന്ന്. പക്ഷെ എന്താ പിള്ളേർ പോണതിന്റെ അപ്പുറം ട്രിപ്പ് ഞാൻ പോയിട്ട് അവിടെ വന്നിരിക്കണത്. അപ്പൊ അവിടെ അപ്പുറത്തിരിക്കുന്ന സാറ് പറഞ്ഞു, വേറെ ഹെഡ് ഉണ്ടായിരുന്നു ഈ ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷന്റെ ഹെഡ്, ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല MES ഇങ്ങനെ, നമ്മൾ ഇതെല്ലാം തപ്പിയിട്ടുള്ളോ? അറിയില്ല. അപ്പൊ അപ്പുറത്ത് ഫിലിമിന്റെ സാറ് ഇരിക്കുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു നിനക്ക് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എഡിറ്റിംഗ് ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ പിള്ളേരൊക്കെ ട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ എഡിറ്റ് ചെയ്യാറ് ഫോണില്. അന്ന് ശരി നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ കോഴ്സിക്ക് അതും അവന്റെ മനസ്സിൽ അതാണ് അവന് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടില്ല. അവന് ട്രാവൽ ടൂറിസത്തിനേക്കാൾ എഡിറ്റിംഗും ഞാൻ ഈ കോഴ്സ് ചേർന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ പിള്ളേരെല്ലാരും കൊണ്ടുപോയിട്ട് ബീച്ചിൽ പോയിട്ട് ചെറിയൊരു കവർ സോങ് പോലെ പിടിച്ച് എഡിറ്റ് ചെയ്ത് അവിടെ പ്രൊജക്ടറിൽ കാണിച്ച്. അപ്പൊ അതെനിക്ക് ഒരു സാധനത്തിൽ ക്രേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തന്നെ ആയിരിക്കും മൈൻഡ്. ഇതുവരെയുള്ള ജീവന്റെ കുറെ അച്ചീവ്മെന്റ്സ് അവര് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആന്റിക്ക് പ്രിയപ്പെട്ടതായിരിക്കും. എന്നാലും
ഇതുവരെ ജീവൻ അച്ചീവ് ചെയ്ത ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ആന്റിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണ്? എല്ലാം സന്തോഷം തന്നെ എന്നാലും എനിക്ക് ജീവിതത്തില്. ഞാൻ വിചാരിച്ചില്ല. ഞാനടക്കം ഇപ്പൊ മനാലി, ഇപ്പൊ കുരുമനാലി പോണം എന്ന് പറഞ്ഞാൽ നമുക്കടക്കം എങ്ങനെയാ നമ്മൾ ഇങ്ങനെ 2 കാലം വെച്ചവർക്ക് അങ്ങനെ എത്തണമെങ്കിൽ കുറച്ചൊരു ഇതുണ്ട്. അവിടെ അടക്കം പോയി വന്നു ഫ്ലൈറ്റ് എനിക്ക് അവനെ കയറ്റണം, കൊണ്ടുപോകണം. എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ട്, ഇവരൊക്കെ ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ നിന്നെ എങ്ങനെയും കൊണ്ടുവിടാം ഒരു ദിവസം. പക്ഷെ നോക്കിയോ അതിന് മുന്നേ ഞാൻ പോകുന്നു പറഞ്ഞു. അതൊക്കെ എനിക്ക് പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ പോയി ഫ്ലൈറ്റിൽ കയറി 2 പ്രാവശ്യമാണ് ഫ്ലൈറ്റിൽ കയറലും. ഫ്ലൈറ്റ് മിസ്സൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ എല്ലാ അപ്പൊ അങ്ങനെ അതൊക്കെ ഏറ്റവും വലിയ. പിന്നെ ഡിഗ്രി എടുത്തു, അവനൊരു ഡിഗ്രി എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ അത്. പിന്നെ ഏത് കാര്യം ഞാൻ എടുത്ത് പറയേണ്ടത് എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് അവന്റെ എല്ലാത്തിനും സന്തോഷം. അതേപോലെ മുന്നേ ഇടയ്ക്ക് നിവിൻ പോളിയുടെ കാര്യം മെൻഷൻ ചെയ്തത് കൊണ്ട് ഞാൻ ചോദിക്കാം, സർവമായ കണ്ടോ? അടിപൊളി. അപ്പൊ അത് പറഞ്ഞപ്പോ എവിടെയോ ആന്റി ഒരു കത്ത് എഴുതിയ കഥയൊക്കെ ഉണ്ടല്ലോ. കത്തെഴുതിയ കഥ അത് ഞാൻ ഭയങ്കര നീമ്പോളിന്റെ ഹെഡ് ഫാൻ ആണല്ലോ. അപ്പൊ ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ എപ്പോഴും തല്ലി പിടിക്കും വീട്ടിലിരുന്നിട്ട്. അവൻ ദുൽഖർ ഫാൻ, ഞാൻ കേൾക്കും. അപ്പൊ ഭയങ്കര തല്ലിവിട്ടുമ്പോ അമ്മ ഇത് കാണുന്നുണ്ട്. അപ്പൊ അമ്മ ഞാൻ അറിയാണ്ട് ഇങ്ങനെ ലെറ്റർ അയച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മ ഇങ്ങനെ അവന് നടക്കാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഭയങ്കര തല്ലി പിടിക്കാൻ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോ വൈഫ് വിളിച്ചു ഫോണിക്ക്. ഞാൻ സ്കൂളിലായിരുന്നു. അപ്പൊ ചേച്ചിന് ഫോൺ തരുന്നു. ഹലോ, ഞാൻ നീമ്പോളി വീട്ടിൽ നിന്ന് വിളിക്കാൻ, നീമ്പോളി വൈഫാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ചേച്ചിയുടെ കിളി പോയി. അങ്ങനെ അമ്മ നേരെ സ്കൂളിൽ വന്ന് എടുത്തോണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന്. അപ്പൊ പറഞ്ഞു നീമ്പോളി ഇന്ന ടൈമിൽ വിളിക്കും, വിളിച്ചിട്ട് ഹായ് ജീവൻ, ഞാൻ നീമ്പോളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് അങ്ങനെ കാണണം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു 10ാം ക്ലാസ് ടൈമിൽ നമ്മളൊരു ഇനാഗ്രേഷന്റെ ടൈമിൽ പോയി കണ്ടു. ആ തിരക്കിന്റെ ഇടയിൽ പോയി ഒരു 5 മിനിറ്റ് സംസാരിച്ചു. പിന്നെ ഇപ്പൊ അടുത്ത് 2 കൊല്ലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് 2 പ്രാവശ്യം കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ആള് ഭയങ്കര ക്രൗഡാ. നമ്മുടെ ചെമ്പകശ്ശേരിയിൽ ഒരു പടത്തിന്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അകലേന്ന് കണ്ടപ്പോ എന്റെ അടുത്ത് ഓടി വന്നിട്ട് സുഖല്ലേന്നൊക്കെ ചോദിച്ചു. അപ്പൊ പിന്നെ ഉള്ളിലേക്ക് പോയി. അപ്പൊ ഫുൾ ക്രൗഡായിട്ട് തന്നെ ഞാൻ ബാക്കിൽ പോയി. അപ്പൊ അവിടുന്ന് കേക്ക് കട്ടിയാണ് മുന്നേ നിൽക്കുന്ന കേക്ക് കട്ട് ചെയ്യാൻ പറ്റും, അവന് വിളിക്കുക ഒരുമിച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കട്ട് ചെയ്ത് കേക്കൊക്കെ വായി വെച്ച് തന്നത് ഭയങ്കര സന്തോഷം. ഒരു കണക്ഷൻ ഉണ്ട്. ഭയങ്കര എന്താ പറയാ, നീമ്പോളിയോട് ഭയങ്കര ഒരു ഇതാണ്, ഇഷ്ടമാണ്. സുഷിൻ ആ സിനിമയ്ക്ക് അത് തട്ടത്തിൻ മറിയത്തിന്റെ അത് സുഷിൻ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടായിരുന്നോ? അതിന്റെ അകത്ത് ഒരു മുഖച്ചായ. ജീവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത് ചോദിച്ചു, അച്ചീവ്മെന്റ് ഒക്കെ ചോദിച്ചു. ആന്റിക്ക് ഇനി ആഗ്രഹങ്ങൾ കാണൂലോ? എന്റെ മോൻ ഇപ്പൊ പറഞ്ഞു ഫ്ലൈറ്റ് കയറ്റണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുമാതിരി ഇനി ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ ആഗ്രഹം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഒരു പോണം, അവന് ട്രിപ്പ് വിടണം, എവിടെയെങ്കിലും പോകണം കൂടിയുള്ള. വേറെ എന്താണ് ഇപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ടൊരു ആരെങ്കിലും ഇത് ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ട് എന്റെ മനസ്സിൽ. എന്താ മോനെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ എനിക്ക് ഒപ്പം നടക്കാൻ ഇഷ്ടം. തൽക്കാലത്തേക്ക് ഇപ്പൊ ആരും ഒപ്പം നടത്തുന്നില്ല, പിള്ളേരൊപ്പം നടത്തുന്നുള്ളൂ. പിള്ളേരുടെ ചുറ്റും നടക്കാൻ പുറകെ നടക്കാൻ ആരെങ്കിലും പറഞ്ഞോ? സത്യം പറഞ്ഞ എനിക്ക് ഇത്ര മെസ്സേജ് വരുന്നുണ്ട്, ഫാൻസ് ചേട്ടനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. പരമാവധി ഇഗ്നോർ ചെയ്ത് വിടും അല്ലേ മെസ്സേജ്? ഇഗ്നോർ ചെയ്ത് വിടുവോ? ഞാൻ അവരെ കാണട്ടെ കേട്ടോ. അമ്മ ഇരിക്കുന്ന അവരല്ല ഇൻസ്റ്റൊക്കെ മാനേജ് ചെയ്തു പോണത്. ആന്റി ഇപ്പൊ ലൈൻ കട്ടാണ് ഇത് ചെയ്യുമ്പോ. ആന്റി മാറിയിട്ട് ഞങ്ങൾ ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. അതൊക്കെ ഉള്ളു ഓൾറെഡി. പോട്ടെ ഒരു ഇത് കഴിഞ്ഞു, ഇന്ത്യയുടെ ഉള്ളൊക്കെ കഴിഞ്ഞു, ഒരു ഇതൊക്കെ കഴിഞ്ഞില്ലേ ഞാൻ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ആന്റി തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല. കാര്യം ഇപ്പൊ നമ്മൾ ഈ ബാക്കി കാര്യങ്ങളിലൊക്കെ വരുമ്പോ എക്സ്പെൻസ്, ഇവന് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ട്. ഇത് ജനറ്റിക്കൽ ആണെന്ന് ജനറ്റിക്കൽ എന്ന് വെച്ചാൽ ഇവന്റെ ഇപ്പൊ ഡ്യൂഷൻ അല്ല, ഡ്യൂഷൻ DMT എന്നുള്ള ഒരു ഇതുണ്ട്. അത് ഞാൻ എടപ്പാളിൽ ഇപ്പൊ ചെക്ക് ചെയ്യപ്പോ ഡ്യൂഷൻ ഇല്ല. ഞങ്ങള് റിലേറ്റീവ് കല്യാണം കഴിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ആ ഒരൊറ്റത് കൊണ്ട് ഇവന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുണ്ട്, അതുകൊണ്ട് ഇവന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് ജനറ്റിക് ആയിട്ട് സംഭവിക്കാനുള്ള ഒരു ഇതില്ല ഇവന്റെ. പക്ഷെ ഈ ഡ്യൂഷൻ മസ്കുലർ ജനറ്റിക് ആണ്. അത് DMT എന്ന് പറയും. ഇത് മസ്കുലർ ഡിസ്ട്രോഫിയിൽ കുറെ വിഭാഗങ്ങളുണ്ട്.
അപ്പൊ ഈ മസിലിന്റെ ഇവന്റെ മസിലിന് ഇത് വന്നത് ഇത് കൊണ്ടാണ്. പിന്നെ ടിൻസും ആയിരുന്നു. പിന്നെ ആ സമയത്ത് ആളന്മാർ എല്ലാം കൊണ്ടൊന്നും എനിക്കൊരു പൊട്ട സമയം അങ്ങനെയാണ് പിന്നെ ഇതിന് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ഒരു മെഡിസിനിലേക്കും പോയിട്ടില്ല. ആകെ ഓൾറെഡി നമ്മൾ ഇതിനെ കുറിച്ച് എന്താന്ന് അറിഞ്ഞിട്ട് അങ്ങനെ സെർച്ച് ചെയ്തപ്പോ ഇതിന് മരുന്നില്ല. പിന്നെ മരുന്നുകൾ വെറുതെ കൊണ്ട് സ്റ്റെറോയിഡ് കയറ്റിയിട്ടും അതിനൊന്നും ചെയ്തില്ല. മോളിപ്പോ ആയുർവേദ പഠിച്ചിട്ടുണ്ട്, ഡോക്ടർ പഠിച്ചു, അവള് ഇതിൽ കുറെ സെർച്ച് ചെയ്തു. ഇല്ല, ആയുർവേദത്തിലും ഇല്ല, ഹോമിയോയിലും ഇല്ല, ഒരു ഇതിലും ഇതിന് മരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതോളം ഇതിന്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് പവർ പ്രോട്ടീൻ ഇവർക്ക് തനിയെ ഉത്പാദിപ്പിക്കപ്പെടണം ദേഹത്ത്. ഇൻസുലിന് ഷുഗറുകാർക്ക് ഇൻസുലിൻ നമ്മൾ ചെയ്തത് ശരിയാവും, ഇതില്ല. അങ്ങനെയുള്ള അതിനുള്ള മരുന്നില്ല. അപ്പൊ പിന്നെ എന്താ കാര്യം? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാന് ഹാപ്പിയാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാള് നടക്കാൻ പറ്റണതിന്റെ അപ്പുറം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കണ ഈ ടൈമില് നമുക്ക് ഇതിന്റെ പേരില് ഈ അസുഖത്തിനെ ഞാൻ തോൽപ്പിച്ചു. പിന്നല്ല. അപ്പൊ ആന്റി താങ്ക് യു സോ മച്ച്. എന്തായാലും ആന്റി ഇങ്ങനെ സംസാരിച്ച് നമ്മളിങ്ങനെ പോയി. എന്നാലും കൂടെ നിൽക്കണം. എനിക്ക് ആന്റി നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യണം. പക്ഷെ ആന്റി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഉണ്ട്, ജീവന്റെ കൂടെ എനിക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ഫുള്ള് ഞാൻ അവന്റെ കൂടെ തന്നെ. അത് കഴിഞ്ഞ പിന്നെ എനിക്കറിയില്ല. പിന്നെ അവരെ കയ്യിലേക്ക് ഏറ്റെടുത്ത എന്നെക്കാളും കൂടുതൽ കെയർ ചെയ്ത് കൊണ്ടുവന്നുള്ളവര്. അതാണ് ആന്റി പറയുന്നത്. ഞാൻ കാണുകയും ചെയ്തു. ഞാൻ കെയർ ചെയ്യുന്നതിനേക്കാളും നന്നായി 2-3 ദിവസം ഗോവയില് പോയിട്ട് 5 ദിവസം, ഒരാഴ്ച 5 ദിവസം അവരാണ് നോക്കണത്. എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, അതെല്ലാം ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഇനി താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനി അടുത്ത ബാക്കിയുള്ളവരെ കൂടി കാണട്ടെ, ബാക്കി ജീവന്. അപ്പൊ നമ്മള് വീട്ടില് ജീവന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഇപ്പൊ ജീവന്റെ അടുത്ത ജീവനുകളുടെ അടുത്തേക്ക് എത്തിയേക്കുവാണ്. ഇവന്മാരാണ് മെയിൻ ഗഡീസ് അല്ലെ, ഗഡികളാണ്, ജീവന്റെ പട്ടാളം. ജീവനും എന്റെ പിള്ളേരും, ഞാനും എന്റെ പിള്ളേരും. അപ്പൊ പിള്ളേരെ ഒന്ന് പരിചയപ്പെടുത്താമോ? എല്ലാരെയും പരിചയപ്പെടുത്തൂ. പേര് പറ. അഖില്. അഖിൽ എന്ത് ചെയ്യുന്നു? ഒപ്പം ഒരുമിച്ച് കോളേജിലാണ്, സ്കൂളിലാണ്? മാമന്റെ വീടിന്റെ അടുത്ത്. മാമന്റെ വീട്. ഓക്കെ, നെയ്ബേഴ്സ് ആണ്. അടുത്ത ആളോ? ബാദുഷ ഷെഫാണ്, കറന്റ്ലി നോട്ട് വർക്കിംഗ്. ഇതിപ്പോ മറ്റേ ഞാൻ ഷെഫാണ്, കറന്റ്ലി നോട്ട് വർക്കിംഗ്. ഞങ്ങൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഷെഫ് ഉണ്ടാക്കും, അൽഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഉണ്ടാക്കി വരും. അവിടെ വെച്ച് ഉണ്ടാക്കും, ഉള്ള സാധനങ്ങൾ വെച്ച് പിടക്കിയാള്. ഈ ഷെഫിനെ എവിടുന്ന് കിട്ടി? ഷെഫിനെ ഞങ്ങൾക്ക് ബേക്കറി, ഞാൻ ഹബ്ബ് തുടങ്ങിണ്ടായില്ല അവിടെ. അപ്പൊ അവിടെ ബേക്കറിയില് ഒരു ഇക്കടെ ഫ്രണ്ട് ആയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഇയാൾ ഫുഡ് കഴിച്ചപ്പോ ഞങ്ങൾ മറ്റേ പൊക്കിയല്ലേ, മറ്റേ സിനിമ സോൾട്ട് ആൻഡ് പെപ്പർ പോലെ ഉണ്ണിയപ്പം കഴിച്ച് ഇഷ്ടപ്പെട്ടു, ഇവിടെ അൽഫാം കഴിച്ചു ചോദിച്ചു ഞങ്ങളുടെ കഴിഞ്ഞു. പിന്നെ കൂടെ തന്നെ അടുത്തയാള് സൂരജ് നെയ്ബർ ആണോ? അല്ല, നമ്മുടെ കടയിൽ വന്നിട്ട് ഇങ്ങനെ ഗെയിം കളിക്കാൻ വന്നാണ്. നിങ്ങൾക്ക് ശരിക്കും ഗെയിം ഹബ്ബ് ഉണ്ടെന്നല്ലേ? ഓക്കെ, അത് പൊളി. അപ്പൊ നീ ഓൺട്രപ്രണർ അങ്ങനെയുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരം, കമോൺ പറയൂ. +1 തൊട്ട് ഇതുമാതിരി നിങ്ങൾക്ക് കൊറേ ഫ്രണ്ട്സ് സർക്കിൾ ഇല്ലേ? ഞാൻ വേറെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത്ര 4 പേര് നമുക്കിപ്പോ നമ്മുടെ കൂടെ വന്നിട്ടുള്ളൂ. എനിക്ക് എന്റെ പിള്ളേര് കൊറേ ഉണ്ട് അല്ലേ. ഞാൻ ഇപ്പൊ എല്ലാവരും ജീവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നിന്റെ ഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോ നിനക്ക് ഏറ്റവും വലിയ ധൈര്യം എന്താ, നിനക്ക് ഒന്ന് മാറ്റം എന്താ എന്നൊക്കെ ആയിരിക്കും അവനോട് ചോദിക്കുക. നിങ്ങളോട് 4 പേരോടും ചോദിക്കുകയാണെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ലൈഫിൽ എത്രത്തോളം സ്പെഷ്യലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ലൈഫിലൊരു മാറ്റം കൊണ്ടുവന്നേ? എത്രയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂല ചേച്ചിന്നാണോ? എന്തേലും പറ, അവനും ഒന്ന് സൂഹിക്കട്ടെ. നിങ്ങളെ പറ്റി അല്ലേ അവരെപ്പോഴും പറയുന്നേ. എനിക്ക് ഇവനായിട്ട് കണക്ട് ആയെന്ന് വെച്ചാൽ കൂടുതൽ +1 ലവ് സ്റ്റോറി ലവ് സ്റ്റോറി ഒന്നല്ല. +1 തൊട്ടാണ് ഞങ്ങളെ കണക്ഷൻ തുടങ്ങണേ. അതിന് മുന്നേ ഞങ്ങൾ LKG ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് അറിയാണ്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ആയതെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു വാല്യൂ തന്ന് കൂടെ നിർത്തിയിട്ടുള്ള ഒരേ ഒരാൾ ഇവനാ. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോകണം എന്റെ കൂടി, ആദ്യമായിട്ട് പുറത്തുനിന്ന് ഫ്രണ്ട്സിനായിട്ട് ഫുഡ് കഴിക്കണ അടക്കം എന്റെ കൂടി. അവിടെ ഫുള്ള് എന്റെ ഒപ്പം തന്നെയായിരുന്നു. ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് ക്ലാസ്, അങ്ങനൊക്കെ എല്ലാ കാര്യത്തിലും എനിക്ക് ഉണ്ടായിരുന്നു ഇവൻ. അപ്പൊ തൊട്ട് തുടങ്ങിയതാ കണക്ഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ കറങ്ങി ഓൾ ടുഗെദർ മൊത്തത്തില്? കേരളം മൊത്തം കറങ്ങിയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, പിന്നെ ഹിമാചൽ പോയി. മഹാരാഷ്ട്ര, മുംബൈ, നാസിക്, ഇന്റർനാഷണൽ
അടുത്ത ഇന്റർനാഷണൽ ആണ് പ്ലാൻ. പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഈ യാത്ര ചെയ്ത സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ എല്ലാവർക്കും, ഞാൻ ജീവന്റെ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മള്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ബിക്കോസ് ഇത്ര നിങ്ങൾ മറ്റേ ഹരിഹർ ഫോർട്ടിലൊക്കെ കയറുമ്പോ അങ്ങനെ നിസ്സാരമല്ലല്ലോ. അപ്പൊ എന്തായിരുന്നു സീൻ ശരിക്കും? എല്ലാവരും അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ട് ഫിസിക്കലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇൻ കേസ് അങ്ങനെ വന്നാൽ തന്നെ നമ്മളൊക്കെ മറന്ന് പോവാനുള്ള എല്ലാരും ഉണ്ടല്ലോ ഒപ്പം. പിന്നെ പേടിക്കണേ. നമ്മളൊരു ഏകദേശം ഒരു 4 ദിവസം റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഹരിഹർ ഫോർട്ട് കയറി ഇറങ്ങിയിട്ട് ഒരു ദിവസം മൊത്തം റൂമിൽ റെസ്റ്റ് കിടക്കുക. ഡെഡ് ബോഡി. പിന്നെ അടുത്ത ഇൻട്രസ്റ്റിംഗ് യാത്രകളൊന്നും ഇല്ല. ഗോവ ട്രിപ്പ് എങ്ങനെ ആണോ? ഫുൾ സീനാണോ? ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു ഗോവ. ഒരാഴ്ച അടിച്ചു പൊളിക്കണം. ഗോവയുടെ വൈബ് മൊത്തം നോർത്തും സൗത്തും മൊത്തം കറങ്ങി. ആകെ 120 കിലോമീറ്റർ ഉള്ളു ഗോവ. അത് ഫുള്ള് ഇറങ്ങി. നിങ്ങൾക്ക് ഈ പോയ സമയത്ത് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതിൽ കയറി, പാർട്ടി കയറി നൈറ്റ്. അപ്പൊ അവിടെ കുറച്ച് അവിടുത്തെ ലോക്കൽസ് കുറച്ച് അടിച്ച് കയറി നമ്മുടെ അടുത്ത്. അങ്ങനെയല്ല, എന്നാലും നമുക്ക് അങ്ങനെ വലിയ ബാഡ് തോന്നിയില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാർ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ. കാരണം അത് ഓൾമോസ്റ്റ് ഒരു 1000 രൂപ ആൾക്കാർ പാർട്ടി അറ്റൻഡ് ചെയ്യണം. പിന്നെ എനിക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ ഇവർക്കും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നാളെ ആളും പറഞ്ഞ നാളേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പോക്കറ്റ് ഒക്കെ കാലി ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി. യാത്രകൾ അധികവും കാറാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതോ ഇങ്ങനെ ട്രെയിൻ ആണോ ബസ്സാണോ? ഇങ്ങനെ കേരളത്തിലാണെങ്കിൽ നമ്മള് കേരളം തമിഴ്നാട് കാറാണ്. മഹാരാഷ്ട്ര മണാലിയൊക്കെ ഫ്ലൈറ്റ് ആണ് പോയത്. ഫ്ലൈറ്റിന് തന്നെ പോയത്. അതാണ് ഫ്ലൈറ്റ് 2 പ്രാവശ്യം പോയി നോക്കി അമ്മ പറഞ്ഞല്ലേ. അതേപോലെ എനിക്ക് വേറൊരു സംഭവം ജീവന്റെ ഇഷ്ടമായത്, ഞാൻ അവിടെ വെച്ചിട്ട് അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴേ പറഞ്ഞത്, ജീവൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് നല്ല, നമ്മൾ പറയില്ലേ മറ്റേ ബിഗ് ബോസിൽ പറഞ്ഞു നിലപാടുള്ള ഒരു ആളാണ് ജീവൻ. നമ്മള് സംസാരിക്കാൻ തുടങ്ങി വീൽ ചെയറിലുള്ളവർക്ക് KSRTC-യുടെ ഇഷ്യൂ. അതെനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാല്, എനിക്കിപ്പോ കാർ ഉണ്ട് എല്ലായിടത്തേക്കും പോകാനൊക്കെ, ഫ്രണ്ട്സ് ഉണ്ട്, കുറെ പേർക്ക് പോണെങ്കിൽ അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണോ? നിങ്ങൾ പോവാൻ അതിന് വേണ്ടിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിൽ അതിന് വേണ്ടി ഞാൻ KSRTC കയറിയിട്ട് പോയത് ഒരു വീഡിയോ എടുത്താണ്. കാരണം വെറുതെ അതിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് ഗണേഷ് കുമാറിന് കുറെ ഇത് പോയിട്ടുണ്ട്. അപ്പൊ ആളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല റെസ്പോൺസ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ, അപ്പൊ സാധാരണ ഒരാൾക്ക് ഇപ്പൊ കാറില്ലെങ്കിൽ എന്തോ എക്സ്പെൻസോ, ഒരു ക്യാബ് വിളിക്കണമെങ്കിൽ ടാക്സി വിളിക്കണം, നല്ല ഒരു ഇതല്ലേ. അപ്പൊ 2 ബസ്സെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ സ്ലോപ്പ് ആണെന്ന് ഇല്ല, മടക്കി ജസ്റ്റ് ഫോറിൻ കൺട്രീസിലുള്ള പോലെ ഡ്രൈവർ വന്നത് മടക്കി വെക്കും. അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്താൽ ഭയങ്കര ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ നീ പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ട്രാൻസ്പോർട്ടും അപ്പൊ ശരിക്കും അങ്ങനെ കുറെ മാറ്റങ്ങൾ വരണല്ലേ നമ്മുടെ ഇവിടെ. അതേമാതിരി ഞാൻ വേറൊന്നും കണ്ടു, അവനെ കൊണ്ടുപോയില്ല സ്കൂളിൽ നിന്ന്, ഞങ്ങള് പിള്ളേരെ കൊണ്ടുപോയി. ഭയങ്കര ഒരു ഇതായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ 10ാം ക്ലാസ് അങ്ങടാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ കൊച്ചിക്കാണ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളുകാര്. അപ്പൊ അവന്റെ അടുത്ത് ഒരാഴ്ച മുന്നേ സ്കൂളുകാര് ഒക്കെ പറഞ്ഞാണ്. അപ്പൊ അവൻ അതിനു വേണ്ടി ഒരു വീൽ ചെയർ ഒക്കെ മേടിച്ചു, ഓട്ടോമാറ്റിക് പോർട്ടബിൾ ബസ്സിൽ കൊണ്ടുപോകാനുള്ളത്. അവൻ 2 ദിവസം മുന്നേ പറയണത് കൊണ്ടുപോകാൻ പറ്റില്ലാന്ന്. അപ്പൊ അവന്റെ വീട്ടുകാരും അവന്റെ അവസ്ഥ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അമ്മയും വരാന്ന് പറഞ്ഞു അവന്റെ ഒപ്പം. അപ്പൊ അവനിപ്പ പിള്ളേർക്ക് നോക്കാൻ പറ്റിയെങ്കിലും ഇപ്പൊ അവന്റെ ടോയ്ലറ്റ് പോകാനും കാര്യങ്ങൾക്കാണെങ്കിലും അവന്റെ അമ്മ ഉണ്ടല്ലോ കൂടെ, അവന്റെ അമ്മേനും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു കേട്ടപ്പോ ഭയങ്കര പ്രശ്നമായി. കാരണം ഞാൻ 10ലും +2 ലൊക്കെ പോയിട്ടുണ്ട്, അമ്മില്ലാണ്ട് അടക്കം പോയിട്ടുണ്ട്. +2 ഫസ്റ്റ് ട്രിപ്പ് അമ്മില്ലാണ്ട് പോയത്. അപ്പൊ ഞാനത് കണ്ടപ്പോ റിയാക്ട് ചെയ്ത്. പൊതുവെ ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലാണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് ചില്ല് ചെയ്യുന്നൊക്കെ ഇവിടെയൊക്കെ വരുമ്പോ ആൾക്കാരുടെ ഒരു ഇതൊക്കെ എങ്ങനെയാണ് പൊതുവെ? ഇതിനൊരു കോമൺ ആയിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ മാറ്റം വെച്ച് കഴിഞ്ഞാല്, ആദ്യം വരുമ്പോ എല്ലാരും ഒരു വിഷമല്ലേ, ഇപ്പൊ വരുമ്പോ ആൾക്കാർക്ക് ഒരു റെസ്പെക്ട് കാണുമ്പോ അതാണ് വന്ന വ്യത്യാസം. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. മീൻസ് നീ അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല വേറെ രീതിയിൽ ആൾക്കാർ വന്നിട്ട് ആൾക്കാര് വന്ന് കാണാറുണ്ട്, വീഡിയോ ഫാനാണ് അങ്ങനെയൊക്കെ പറയും. ഭയങ്കര സന്തോഷം. ഓക്കെ, ഇനി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്യുന്നവരാ, എനിക്ക് ഈ തവണ ഈ അഡ്വഞ്ചർ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യണം? ഓരോന്നോരോരുത്തർ ഹരിയർ പ്ലാൻ ചെയ്ത് ഞാനാ, നമുക്ക് എന്തായാലും പോണം. ഇവനാണല്ലോ പ്ലാൻ എല്ലാത്തിനും മുന്നിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ നെഗറ്റീവ് അടിച്ച ഇവന്മാർക്ക് നെഗറ്റീവ് ആവല്ലേ. അപ്പൊ എന്റെ ഒരു മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിപ്പോ എനിക്ക് ഒരു കാര്യം വിചാരിച്ചാൽ അത് നടന്നിരിക്കണം. +1 വരെ എന്റെ ഒരു മൈൻഡ് അതായിരിക്കും. +1 തൊട്ട് എങ്ങനെയാ അതുകൊണ്ട് നെഗറ്റീവ് നല്ലതുണ്ട്, നല്ല വശങ്ങളുണ്ട്. നിങ്ങൾക്ക് ജീവന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി
ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആകുമ്പോൾ പരസ്പരം അങ്ങോട്ട് പറയുമായിരിക്കും എടാ എനിക്ക് നിന്റെ വലിയ പിടുത്തല്ല കേട്ടോ എന്റെ അങ്ങനെ എന്തായാലും സംഭവം അതിന്റെ വാശി തന്നെ ആയിരിക്കും. വാശി പോണം. പക്ഷെ ആ വാശി കൊണ്ട് ഗുണം ഉണ്ട്. ഏറ്റവും കൂടുതൽ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് അവന്റെ വാശി. ഇങ്ങനെ വിട്ട് കൊടുക്കാത്തൊരു മൈൻഡ് ഉണ്ട്, മനസ്സിലായി? നമ്മളിപ്പോ പ്രശ്നമാട്ടോ. നിങ്ങള് ഇങ്ങനെ ചോദിക്കടാ വേണോടാ എന്നൊരു ചോദ്യം വന്നേക്കും. ചില സിറ്റുവേഷൻസ് വരുമ്പോ നമുക്ക് തോന്നൂലേ എത്രയൊക്കെ ഉണ്ടെങ്കിൽ കൂടി. ഏറ്റവും വലിയൊരു ഉദാഹരണം ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ കൊച്ചിൻ കാർണിവലിന് പോകണം, ഞാൻ പറഞ്ഞു ഭയങ്കര ക്രൗഡ് ആയിരിക്കും. 31-ാം തീയതി കൊച്ചിൻ കാർണിവലിന് പോകാൻ നമുക്ക് പറ്റൂല. കാരണം തൃശ്ശൂർ പൂരത്തിന് ഞങ്ങൾ പോയിരുന്നു. അവിടെ വെച്ചപ്പോ നമുക്ക് അത്യാവശ്യം പോലീസിന്റെ കൺട്രോള് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവിടെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല പോലീസിന്റെ ഒക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത്. ഞാനോട് പറഞ്ഞു പറ്റില്ല, നമ്മ എന്തായാലും പോവും. അവനെ ഒരു ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൺജസ്റ്റൻ ആകാൻ. തൃശ്ശൂർ പൂരത്തിന് വരുന്നത് 10 ലക്ഷം പേരാ, ഇവിടെ വരുന്ന എത്രയെന്ന് അറിയില്ല, ഏകദേശം 1 lakh. പക്ഷെ ഈ സ്പേസ് കുറച്ച് ഇതുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാനുള്ള സ്പേസ് പക്ഷെ അത് പോയി കാണിച്ചു കൊടുക്കണം. പിന്നെ എന്തിട്ട് പറ്റില്ലാത്ത ഒന്നുമില്ല എന്നുള്ളത് കാണിക്കുന്നത് ട്രൈ ചെയ്യും. ഓക്കെ, അടിപൊളി. അതേപോലെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം എപ്പോഴും. എനിക്ക് വേറെ കുട്ടികളോട് പറയാനുള്ളത് ഇതാണെന്ന് പറയാം. ശരിക്കും എനിക്ക് പേരൻസിനോട് എന്താ പറയാനുള്ളത്? പാരന്റ്സിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പരമാവധി വീട്ടിലിരിക്കാണ്ടിരിക്കുക. കാരണം അവർക്ക് ചെറുപ്പം മുതലുള്ള മൈൻഡ് ആയിരിക്കും വലുതാകുമ്പോഴും ഉണ്ടാവുക. ചെറുപ്പം മുതലേ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ലടാ, നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാവുന്നുള്ള കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാവും വലുതാവും തോറും. പക്ഷെ ചെറുപ്പം മുതലാ നീ പൊക്കട പിള്ളേരപ്പം നീ അവിടെ പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വളരുന്നതിനനുസരിച്ച് അവന്റെ മൈൻഡും വളരും, കുറച്ചും കൂടി വിൽ പവർ വരും, എന്തായാലും കോൺഫിഡൻസ് വരും. അതേമാതിരി ഞാൻ അവിടെ വെച്ചൊരു ചോദ്യം ചോദിച്ചാൽ സെൻസർ ചെയ്യണോ വേണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഈ ഒത്തിരി ഫാൻസ് ഉണ്ട് പാൻ ഇന്ത്യ എന്നാണ് മെസ്സേജ് വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ പാൻ ഇന്ത്യ ആരെങ്കിലും മെസ്സേജ് അയച്ചോ? തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മെസ്സേജ്. മറ്റേ എനിക്ക് ചേട്ടന്റെ പിന്നാലെ നടക്കാനല്ല ഒപ്പം അങ്ങനെയൊക്കെ ചേട്ടാ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ മെസ്സേജ് ഡയറക്റ്റ് കോൾ ചെയ്തിട്ടൊക്കെ തമിഴ് അറിയാണ്ട് ഭയങ്കര അവരെങ്ങനെയാ മലയാളം പോലെ അല്ല, അവർക്ക് ഇഷ്ടം തോന്നിയ പെട്ടെന്ന് ആ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്താണ് അഭിപ്രായം? തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് ആകെ മൊത്തത്തിൽ കൃഷ്ണൻ ലൈൻ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ അതൊന്നും ഇഗ്നോർ ചെയ്യാറില്ല. നമ്മള് സെൽഫ് ലവ്, നമ്മള് എത്രത്തോളം നമ്മുടെ കരിയർ സെറ്റ് ആക്കണം. മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു അടുത്ത കൊല്ലം ഗ്രാഫ് ഒന്ന് മാറ്റണം. എന്താണ് പ്ലാൻ ഇൻസ്റ്റാഗ്രാമിൽ? ഇപ്പൊ ഇന്ന് 70K ഫോളോവേഴ്സ് അടിക്കും ഈ ദിവസം. അതൊരു 100K എന്തായാലും പെട്ടെന്ന് അടിച്ചിട്ട് അടിപൊളി 70K ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. അടിപൊളി 100K ആക്കണം. അത് ഇന്റർവ്യൂ കഴിഞ്ഞാവട്ടെ എന്ന് വിചാരിക്കുന്നു. അതിന് നമുക്ക് പരമാവധി ഓരോ ട്രിപ്പ് പോവുക. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഇതുപോലെയുള്ള പിള്ളേർക്ക് വേണ്ടി സംസാരിക്കുക. ട്രിപ്പ് പോവാൻ നേരം നിങ്ങൾ മാക്സിമം കവർ ചെയ്യൂലേ? പോകുന്ന റൂട്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങൾ നമ്മള് ഇതുവരെയായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ സ്ഥലത്തുണ്ടാവണ സ്ലോപ്പില്ലായ്മ അതൊന്നും നമ്മൾ കവർ ചെയ്ത് കാണിച്ചിട്ടില്ല. പക്ഷെ ഇനി മുതൽ അത് കവർ ചെയ്ത് കാണിക്കണം എന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് മാത്രല്ലല്ലോ, ഇപ്പൊ എനിക്ക് പോകാനാണെങ്കിൽ ഇവന്മാരെടുത്ത് പൊക്കും. പക്ഷെ വേറൊരു വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ എടുത്ത് പൊക്കല് റിസ്ക് ആണ്. എന്തായാലും ഒരു സ്ലോപ്പ് മെയിൻലി ഞാൻ പറയുന്നത് തിയേറ്ററുകൾക്കൊക്കെ പരമാവധി സ്ലോപ്പ് കൊണ്ടുവരിക. ചുരുങ്ങിയത് ഇപ്പൊ നമ്മുടെ മാളുകളിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അങ്ങനെ വീൽ ചെയറുള്ളവർക്ക് മാത്രം റിസർവ് ബുക്കിംഗ് ഒക്കെ. അത് എല്ലായിടത്തും മിക്ക ഇനി പണിയാൻ തിയേറ്ററിൽ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് KSRTC ബസ്സിൽ അങ്ങനെ ഒരു റിസർവ്ഡ് സീറ്റ് ഉണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ എത്താനുള്ള മാർഗമില്ല. അപ്പൊ അതൊക്കെ ചിലപ്പോ മേ ബി നീ ത്രൂ ആയിരിക്കും ആളുകളിലേക്ക് എത്താൻ പോകുന്നതും. ഞാൻ ത്രൂ അല്ലെങ്കിലും അത് വരട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് അടിപൊളിയായിട്ട് പോട്ടെ. ഞാൻ കുറച്ചും കൂടി ഒക്കെ എനിക്ക് നിങ്ങളുടെ ഇത് പിടിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങ് വിട്ട് പറയാത്ത പോലെ പല കാര്യങ്ങളും കൂടെ സെൻസറിങ് വരും. എന്താടാ ഇത്ര പേടി, ഇത്ര ഒക്കെ നടന്നിട്ട് ഇതൊക്കെ പേടി. അത് നമുക്ക് ഒരു A ഷെയ്ഡ് മാത്രമേ ഇന്റർവ്യൂല് കാണിക്കാൻ പറ്റുള്ളൂ. ഒരു B ഷെയ്ഡ് ഉണ്ട് ഇന്റർവ്യൂല്. കഴിഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അതെ, അതൊക്കെ നമ്മള് ഗ്രാഫ് മാറ്റി ഇപ്പൊ മേലേക്കാക്കി. ഓക്കെ, അടിപൊളി. എന്തായാലും ഞാൻ തകർക്കുന്നില്ല, നിന്റെ B ഷെയ്ഡ് ഞാൻ തകർക്കുന്നില്ല കൊണ്ടൊന്നും തരുന്നില്ല. അപ്പൊ എന്തായാലും അടിപൊളി സെറ്റായി വരട്ടെ. ഇനിയും നിങ്ങളെ കാണാൻ പറ്റട്ടെ. കാർണിവൽ കഴിഞ്ഞിട്ട് കൊച്ചി വരുമ്പോ കാണാം. അപ്പൊ കൊച്ചി കാർണിവലിൽ നമ്മൾ എന്തായാലും ഒരു കൂടി കൊടുക്കും. ശരി, അപ്പൊ എന്തായാലും നന്നായിട്ട് പോട്ടെ എല്ലാ പരിപാടിയും. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.